കൊടുങ്ങല്ലൂരിലെ സ്കൂളിൽ 4 കുട്ടികൾ ബോധം കെട്ട് വീണത് ഹിപ്നോട്ടിസത്തെ തുടർന്നല്ലെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസമാണ് കൊടുങ്ങല്ലൂരിൽ 3 പെൺകുട്ടികളും ഒരാൺകുട്ടിയും ക്ലാസ് മുറിയിൽ ബോധരഹിതരായി വീണത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകിയതോടെ വൈകിട്ടോടെയാണ് ഇവർ പൂർവ്വസ്ഥിതിയിലായത്. സഹപാഠി ഹിപ്നോട്ടിസം പരീക്ഷിച്ചതിന് പിന്നാലെയാണ് കുട്ടികൾ ബോധരഹിതരായതെന്ന വാർത്തകളും പിന്നാലെ പുറത്തുവന്നു. എന്നാൽ സംഭവത്തിന് പിന്നിൽ ചോക്കിംഗ് ഗെയിം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹിപ്നോട്ടിസം എന്ന പേരിലാണ് ഈ ഗെയിം സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഈ ഗെയിമിന് പക്ഷേ ഹിപ്നോട്ടിസവുമായി ബന്ധമില്ല. സ്പേസ് മങ്കി ഗെയിം, പാസ് ഔട്ട് ഗെയിം തുടങ്ങിയ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. യൂട്യൂബിലൂടെ നിരവധി ആളുകളാണ് ഈ വിദ്യ ഹിപ്നോട്ടിസം എന്ന പേരിൽ പ്രചരിപ്പിക്കുന്നത്. കഴുത്തിന്റെ പിൻഭാഗത്തോ തൊണ്ടയിലോ ഞരമ്പിൽ സമ്മർദ്ദം ചെലുത്തി തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടയുന്ന രീതിയാണിത്. ഞൊടിയിടയിൽ ആളുകൾ ബോധരഹിതരാകാൻ ഇതിടയാക്കും. ചോക്കിംഗ് ഗെയിം എന്ന വിനോദം പലപ്പോഴും മരണത്തിനു വരെ കാരണമായേക്കാമെന്ന് വിദഗ്ധർ പറയുന്നു. ബോധക്ഷയം, മസ്തിഷ്ക ക്ഷതം എന്നിങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ പലതും സംഭവിക്കാം. പല രാജ്യങ്ങളിലും ചോക്കിംഗ് ഗെയിം സംബന്ധിച്ച വീഡിയോകൾക്ക് കർശന വിലക്കുണ്ട്. ബോധരഹിതരായ വിദ്യാർത്ഥികൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിച്ച വീഡിയോ കണ്ടാണ് ചോക്കിംഗ് ഗെയിം പരീക്ഷിച്ചത്. യുവാക്കൾക്കും കുട്ടികൾക്കുമിടയിൽ ലഹരി ഉപയോഗം പോലെ ഇത്തരം വിനോദങ്ങൾ ഗുരുതരമായ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് മാനസികാരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കുട്ടികൾ കളിക്കുന്ന ഹിപ്നോട്ടിസം എന്ന ഗെയിം അതൊരു ഗെയിമായി കളിക്കേണ്ടുന്ന ഒന്നാണോ? തീർച്ചയായിട്ടും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ മാത്രം ചെയ്യേണ്ടുന്ന ഒന്നാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. അത് കുട്ടികളുള്ള ഒരു കളിയിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ അപകടം അത്രത്തോളം ഭീകരമാണ്. ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോയെ കുറച്ചു നേരത്തേക്ക് തടയുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു മർദ്ദം ഉപയോഗിക്കുകയും ആ ഒരു കുറച്ചു നേരം ഉണ്ടാവുന്ന ഒരു ബോധക്ഷയം അല്ലെങ്കിൽ ഒരു എലവേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നു എന്ന രീതിയിലാണ് ഈ ഒരു ഗെയിം കളിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവുമ്പോൾ അത് മരണത്തിലേക്കൊക്കെ നയിക്കാനുള്ള ഒരു സംഭവമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഇപ്പോൾ കുട്ടികളുടെ കൈകളിലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ബ്ലേഡ് വെച്ചിട്ട് ടാറ്റൂസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ക്ഷീണം ഉണ്ടാവുക, അല്ലെങ്കിൽ കഴുത്തിലൊക്കെ ഇങ്ങനെ പാടുകൾ കാണുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നത് വളരെയധികം അപകടമാണ്. അപ്പോൾ കുട്ടികൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ അവരേത് ഗെയിമാണ് അതിൽ കളിക്കുന്നത്, അവരെവിടെയാണ് അവരുടെ കൂട്ടുകാരുമായിട്ട് കൂടുന്നത്, അല്ലെങ്കിൽ ആരാണ് അവരുടെ കൂട്ടുകാർ എന്നൊക്കെയുള്ള ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും പാരൻസ് ഒരു കാരണവശാലും മാറ്റിവെക്കാൻ പാടുള്ള ഒന്നല്ല. അവരാരോടൊക്കെ സംസാരിക്കുന്നു, ഏതൊക്കെ രീതിയിലുള്ള കൂട്ടുകെട്ടുകൾ പോകുന്നു, കുട്ടികളുടെ കയ്യിൽ ഇവരിങ്ങനെ എന്തെങ്കിലും ടാറ്റു ചെയ്യുന്നുണ്ടോ, അതൊരു ടാറ്റു ആയിരിക്കണം എന്നില്ല, അതൊരു ബ്ലേഡോ ഏതെങ്കിലും മൂർച്ചയുള്ള വസ്തുക്കളോ ഉപയോഗിച്ച് അവരുടെ കൈകളിൽ പാടുണ്ടാക്കുന്നെങ്കിൽ പോലും അതൊരു ഗെയിമിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളികളിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു അപകടത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ട് ബോധമുണ്ടാക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. വളരെ ശ്രദ്ധയോടെയും കരുതലോടുകൂടിയും നമ്മൾ യുവതലമുറയെ മുന്നോട്ട് നയിക്കേണ്ടുന്ന ഒരു അവസ്ഥയാണിത്. അപ്പോൾ ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുക, മാതാപിതാക്കൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാവുക, അസ്വാഭാവികമായി ഉണ്ടാകുന്ന എല്ലാ പെരുമാറ്റങ്ങളും നമ്മൾ കൃത്യമായി നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമാണെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ഹിപ്നോട്ടിസം തീർച്ചയായിട്ടും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ മാത്രം ചെയ്യേണ്ടുന്ന ഒന്നാണ്. അതൊരു കളിയായിട്ട് മാറാതിരിക്കട്ടെ, ഇനി ഇങ്ങനെയുള്ള ജീവനുകൾ നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ. സമാനമായി എറണാകുളത്തെ 15കാരൻ ജീവനൊടുക്കിയതിന് പിന്നിൽ മറ്റൊരു ഓൺലൈൻ ഗെയിമായ ഡെവിൾ ഗെയിമാണെന്നാണ് സംശയം. ചെങ്ങനാട് കപ്രശ്ശേരി സ്വദേശി അജ്ഞലിന്റെ മരണത്തിന് പിന്നിൽ ഓൺലൈൻ ഗെയിമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കുട്ടിയുടെ അമ്മയുടെ ഫോണിൽ ഡെവിൾ എന്ന പേരിലുള്ള ഒരു ഓൺലൈൻ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് പോലീസിന് ഇത്തരമൊരു സംശയം ഉയർന്നത്. ഈ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കിടപ്പുമുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മഴക്കോട്ട് കൊണ്ട് ശരീരമാകെ മൂടി, കൈകളും കാലുകളും കെട്ടി, വായ ടേപ്പ് കൊണ്ട് മൂടിയ നിലയിലായിരുന്നു മൃതദേഹം. ഓൺലൈൻ ഗെയിമിലെ ടാസ്കിന്റെ ഭാഗമായാകാം കുട്ടി തൂങ്ങിയതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി.